ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം 4-ാം ഞായർ എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. ജന്മന അന്ധനായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന യേശുനാഥനെ കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് ലത്താരെ ഞായർ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു ഞായറാണ്. കാരണം ഈ ലത്താരെ എന്ന വാക്കിൻ്റെ അർത്ഥം ആനന്ദത്തിൻ്റെ ഞായർ എന്നാണ്, സന്തോഷത്തിൻ്റെ ഞായർ എന്നൊക്കെയാണ്. കാരണം നമ്മളിപ്പോൾ തപസ്സുകാലത്തിലാണ്, നമ്മൾ കർത്താവിൻ്റെ പീഡാസഹന മരണങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലാണ്. അപ്പം ഒരു സ്വാഭാവികമായും ദുഃഖം നിഴലിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷേ നമ്മളെപ്പോഴും ദുഃഖം മാത്രം ധ്യാനിക്കേണ്ടവരല്ലെന്നും, മറിച്ച് ഈ തപസ്സുകാലത്തിൻ്റെ അവസാനം, അതായത് ഈ പീഡാസഹനങ്ങളുടെയും മരണത്തിൻ്റെയും അവസാനം ഒരു ഉദ്ധാനം നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഉദ്ധാനത്തിൻ്റെ ഞായർ അടുത്തു വരികയാണ്. അപ്പോൾ ആ ഉദ്ധാനത്തിൻ്റെ സന്തോഷം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. അതുകൊണ്ടാണ് തപസ്സുകാലത്തിനിടയിൽ ഈ സന്തോഷത്തിൻ്റെ ഞായർ നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ ഉദ്ധാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. അവൻ്റെ പീഡാസഹന മരണങ്ങളെ ധ്യാനിക്കുന്നത് അവൻ നമ്മളോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവാനാണ്. പക്ഷേ ഈ സ്നേഹം ദുഃഖത്തിലല്ല നിലനിൽക്കേണ്ടത്, മറിച്ച് അവൻ്റെ ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ ഒരു പ്രതീക്ഷയാണ് ഈ ഞായർ നമുക്ക് നൽകുന്നത്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ജീവിതത്തിൽ അവൻ ജനനം മുതലേ അന്ധനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ജീവിതത്തിൽ ഇതുവരെയും പ്രകാശം കാണാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ യേശുനാഥൻ ആ വഴി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില മനുഷ്യർ അവിടുത്തോട് ഈ അന്ധനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവൻ അന്ധനായി തീർന്നത് എന്തുകൊണ്ടാണ്? ഇവൻ്റെ പാപനിമിത്തമാണോ, ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് യേശുനാഥനെ കൊടുക്കാനുള്ള ഒരു ചോദ്യമാണ്. മാത്രമല്ല, അന്ന് അവിടെ നിലനിന്നിരുന്ന വലിയൊരു സാമൂഹികമായ ചോദ്യത്തിൻ്റെ ഒരു ബാക്കിപത്രം കൂടിയാണ്. കാരണം ഇവൻ സ്വാഭാവികമായും ജന്മന അന്ധനായതുകൊണ്ട് ഇവൻ്റെ പാപനിമിത്തമായിരിക്കില്ലല്ലോ ഇവൻ അന്ധനായി തീർന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനൊരു കാരണം, ഇസ്രായേൽക്കാരും അവിടെ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യരും വിജാതീയരും ഒക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായി ദൈവം നൽകുന്ന ശിക്ഷയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ അവൻ ജീവിതത്തിൽ പിന്നീട് അന്ധനായി തീർന്ന മനുഷ്യനാണെങ്കിൽ നമുക്കത് ചിന്തിക്കാം, അവൻ്റെ പാപനിമിത്തമാണ് എന്ന്. പക്ഷേ ഇവൻ ജന്മന അന്ധനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ ജന്മന അന്ധനായി പോയത്? കാരണം ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപമാണ് എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടായിരുന്നു. ഇനി മാതാപിതാക്കന്മാരുടെ പാപമല്ലെങ്കിൽ പോലും ഇസ്രായേലിൽ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ജനക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസം പോലെ കരുതാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുൻപേ അവൻ്റെ ആത്മാവ് നിലനിന്നിരുന്നുവെന്നും ആ ആത്മാവ് പാപം ചെയ്തത് കൊണ്ട് ഇവന് ഈ പാപത്തിൻ്റെ ഫലം ഇവ അനുഭവിക്കുന്നുണ്ടെന്നുമാണ്. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഓഫ് സോളിനെ കുറിച്ച് ഇവർ ചിന്തിച്ചിരുന്നു. ഇത് ഒരു ഗ്രീക്ക് തത്വ ചിന്തയുടെയൊക്കെ അടിസ്ഥാനമായി വന്നിരുന്ന ഒരു ചിന്തയാണ്. മാത്രമല്ല, പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും അവർ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ആത്മാവ് മുമ്പേ നിലനിന്നിരുന്നുവെന്നും അത് പാപം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ യേശുനാഥൻ അതിനെല്ലാം തള്ളിക്കളയുകയാണ്. എന്നിട്ട് യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ ഈ അന്ധനായി ജനിച്ചത് അവൻ്റെ പാപനിമിത്തവും അവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തവും അല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം അവന് ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളെയും കുറച്ചുകൂടെ പോസിറ്റീവായി കാണുന്ന യേശുനാഥൻ്റെ ഒരു സ്വഭാവത്തെ നമുക്ക് കാണിച്ചിരുന്നത്. ഈ തപസ്സുകാലത്ത് നമുക്ക് വേണ്ടതും ഈ ഒരു സ്വഭാവമാണ്. യേശുനാഥനെ പോലെ എല്ലാത്തിലും നന്മ കാണാൻ നമുക്ക് കഴിയണം. കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ നമ്മളിപ്പോൾ കാണും, വിപരീതമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യരെ. കാരണം ഈ മനുഷ്യനെ യേശുനാഥൻ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. യേശുനാഥൻ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുകയാണ്. അവൻ്റെ കണ്ണിൽ ചെളി പുരട്ടി, തുപ്പൽ കൊണ്ട് ചെളി പുരട്ടി അവൻ്റെ കണ്ണുകളെ സൗഖ്യപ്പെടുത്തുന്ന യേശുനാഥനെ കാണുന്നുണ്ട്. പക്ഷേ ഈ സൗഖ്യം ലഭിച്ചു കഴിഞ്ഞ ഈ മനുഷ്യനെ വളരെ തിന്മയായ രീതിയിൽ കാണുന്ന ഫരിസേയരെ, നിയമജ്ഞരെ നമ്മളിപ്പോൾ കാണും. സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവരെയാണ് കാണുന്നത്. അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് യേശുനാഥനെ എങ്ങനെയെങ്കിലും പാപിയാക്കണം. കാരണം സാബത്ത് ദിവസത്തിൽ യേശുനാഥൻ നന്മ ചെയ്തു എന്നുള്ളത് കൊണ്ട് അവൻ പാപിയാണ്, ഇവൻ തിന്മ ചെയ്യുന്ന മനുഷ്യനാണ്, ഇവനെ പ്രചരിപ്പിക്കുന്ന ഈ സൗഖ്യം ലഭിച്ച മനുഷ്യൻ അവനും പാപിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും നെഗറ്റീവ് ചിന്തയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരെ നമ്മൾ കാണുകയാണ് സുവിശേഷത്തിൽ. അപ്പോൾ ഇവിടെയാണ് ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യർ. ഒന്ന് യേശുനാഥനാണ്, തിന്മ കാണുമ്പോൾ പോലും അതിലെ നന്മ കണ്ടെത്തുന്ന യേശുനാഥൻ. ആരെയും പഴിചാരാനോ തെറ്റിദ്ധാരണയുടെ
നിഴലിൽ നിർത്താനോ യേശുനാഥൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് പറയുകയാണ് ഇതെല്ലാം അനുഗ്രഹങ്ങളിൽ ചെന്ന് അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ മറുപുറത്ത് നിൽക്കുന്ന മനുഷ്യരാകട്ടെ ഇതിലെല്ലാം നെഗറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ തിന്മയാണ് ഇതെല്ലാം എന്ന് പറയുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇവിടെയാണ് സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, എവിടെയാണ് നമ്മൾ? ഈ തപസ്സുകാലത്ത് യേശുനാഥൻ പറയുന്നത് നമ്മുടെ കണ്ണുകൾക്കും അവിടുന്ന് പ്രകാശമാണ്. ഈ അന്ധത ബാധിച്ച മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയതുപോലെ നമ്മുടെ ശാരീരികമായ അന്ധത മാത്രമല്ല, ആത്മീയമായ അന്ധതയും യേശുനാഥൻ സൗഖ്യപ്പെടുത്താൻ തയ്യാറാണ്. അവൻ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് യേശുനാഥനെ കാണാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. ചുറ്റും ഇതുപോലെ നന്മ കാണാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. ഇതുപോലെ അന്ധത ബാധിച്ച് കിടക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെയൊക്കെ നമ്മൾ സൗഖ്യപ്പെടുത്തണം. യേശുനാഥൻ നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത് അതിനു വേണ്ടിയാണ്. കാരണം യേശുനാഥൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശുനാഥൻ ലോകത്തിൻ്റെ പ്രകാശമായിരുന്നുകൊണ്ട് അന്ധകാരത്തിലായിരുന്ന ഈ മനുഷ്യന് സൗഖ്യം നൽകിയതുപോലെ നമ്മളും നമുക്ക് ചുറ്റുമുള്ള അന്ധത ബാധിച്ച മനുഷ്യർക്ക് സൗഖ്യം നൽകുന്ന മനുഷ്യരെ മാറണം. അല്ലാതെ നമ്മൾ അന്ധത ബാധിച്ച മനുഷ്യരെ മാറരുത്. സുവിശേഷത്തിൻ്റെ അവസാനം യേശുനാഥൻ പറഞ്ഞു വെക്കുന്ന അങ്ങനെയാണ്. അന്ധത ബാധിച്ച മനുഷ്യരാകട്ടെ പ്രകാശത്തിലേക്ക് തിരിച്ചു വന്ന് ഈശോയെ തിരിച്ചറിയുന്നു. പക്ഷെ ഇവിടെ കണ്ണുണ്ടായിട്ടും അന്ധത ബാധിച്ച് കഴിയുന്ന മനുഷ്യരുണ്ട്. അത് എപ്പോഴും തിന്മ മാത്രം ചിന്തിച്ച് ഈ ലോകത്തെ മുഴുവനും തിന്മയിലേക്കും അന്ധകാരത്തിലേക്കും തള്ളിവിടാൻ മനസ്സിൽ അന്ധകാരം പേര് നടക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരായി നമ്മൾ മാറരുത്. ഇനി അങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മളെങ്കിൽ ഇപ്പോൾ ഈ തപസ്സുകാലത്ത് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്കും പ്രകാശം നൽകാനാണ്. കാരണം നമ്മുടെ ആത്മീയ അന്ധതയും അവൻ സൗഖ്യപ്പെടുത്താൻ തയ്യാറാണ്. അപ്പോൾ യേശുനാഥന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സൗഖ്യപ്പെടുത്താൻ അവൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അവൻ്റെ ഈ പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് വീഴുകയും നമ്മളും പ്രകാശമുള്ള മനുഷ്യരുമായി തീരട്ടെ. അതിനുള്ള ഒരു പ്രായശ്ചിത്തത്തിൻ്റെ വഴിയാണ് ഈ തപസ്സുകാലം. എൻ്റെ ഉള്ളിലുള്ള അന്ധകാരങ്ങളൊക്കെ ഞാൻ കഴുകിക്കളയാനുള്ള, ശീലാകക്കുളത്തിൽ പോയി കഴുകിക്കളയാനുള്ള ഒരു സമയമാണിത്. അത് ഈ യേശുനാഥൻ എന്നെ അയക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈ തപസ്സുകാലത്ത് അവൻ എന്നെ വിളിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഇനി ഇതുപോലെ കണ്ണിന് കാഴ്ച ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫരിസേയ മനോഭാവമൊക്കെ ഉപേക്ഷിച്ചറിഞ്ഞ് ചുറ്റുമുള്ള മനുഷ്യർക്ക് പ്രകാശമുള്ള നൽകുന്ന മനുഷ്യനെ പറയണം. ഈ മനുഷ്യൻ ചെയ്തത് ഈശോയെ പിന്തുടരുകയാണ്. ഈശോയെ രക്ഷകന്റെ നാഥനുമായി അവൻ സ്വീകരിക്കുകയാണ്. ആദ്യം ഇവനെ ഈശോ ആരാണെന്നൊന്നും അറിയത്തില്ല. അവൻ പറയുന്നത് എനിക്ക് അറിയത്തില്ല. രണ്ടാമത് അവൻ ഈശോയെ പ്രവാചകനാന്ന് പറയുന്നുണ്ട്. മൂന്നാമത് ഈശോ അവൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ കാഴ്ച കിട്ടിയ മനുഷ്യൻ ഈശോയെ കണ്ണ് നിറയെ കാണുന്നുണ്ട്. കണ്ടു കഴിയുമ്പോൾ ഈശോയാണ് രക്ഷകൻ എന്ന് അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഈശോയെ അനുഗമിക്കുകയാണ്. ഇനി ഈ ഈശോയെ അനുഗമിക്കുന്നവരാണ് നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഈശോയുടെ ഈ സ്വഭാവം, ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ഈ സ്വഭാവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. ഈ ചുറ്റിലുള്ള അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് പ്രകാശം നൽകാൻ നമുക്ക് കഴിയണം. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് അരുൺ കുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം. അവന് ഇപ്പോൾ 15 വയസ്സ് ആയിട്ടേ ഉള്ളൂ. അവൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ ജയിച്ചിരിക്കുകയാണ്. അപ്പം ഇവൻ എങ്ങനെയാണ് വൈറലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ചിരി, ഇവൻ ഏതാണ്ട് 4ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അവന് ഏതാണ്ട് 10-12 വയസ്സുള്ള സമയത്ത് ഇവൻ്റെ ഒരു ചിരി സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു വൈറലായിട്ടുണ്ട്. നമുക്കിപ്പോഴും കാണാൻ പറ്റും. പല മീമുകളിലും ഇവൻ്റെ വൈറലായ ചിരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ ഈ വൈറലാകാൻ കാരണം 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അവൻ ഒരു ലോറിയിൽ ക്ലീനറായിട്ട് അവൻ ജോലിക്ക് കയറുകയാണ്. അവൻ്റെ കുടുംബം വളരെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ 2 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് അതിനിടയ്ക്ക് എപ്പോഴോ ചിത്രീകരിക്കപ്പെട്ട അവൻ്റെ വീഡിയോ വൈറലായത്. പക്ഷേ ഈ വൈറലായ അവൻ്റെ ചിരി ലോകം മുഴുവൻ ഏറ്റെടുത്തു. പക്ഷേ ഏറ്റെടുത്തെങ്കിലും അവൻ്റെ ചിരിയിൽ ആളുകൾ സന്തോഷം കണ്ടെത്തി. പക്ഷെ ആരും അവനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇവൻ ജോലി ചെയ്തത് നെഹ്റു എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറിൻ്റെ കൂടെയാണ്. അദ്ദേഹം ഇവനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം ഇവൻ്റെ വൈറലായ ചിരിക്ക് കീഴിൽ ഒത്തിരി അധികം മെസ്സേജുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇതൊന്നും അവന് വായിക്കാൻ അറിയത്തില്ല. അവനും ഒരു പക്ഷേ ഇതുപോലെ അന്ധനായ ഒരു മനുഷ്യനാണെന്നൊക്കെ നമുക്ക് പറയാം. അവൻ ഇതൊന്നും കാഴ്ച ഉണ്ടായിട്ടും അവന് കാണാൻ പറ്റാത്ത മനുഷ്യനാണ്. അപ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകാൻ ഈ നെഹ്റു തീരുമാനമെടുക്കുകയാണ്. നെഹ്റു അവനെ പഠിപ്പിക്കാൻ തയ്യാറായി. അവൻ വണ്ടി ഓടിച്ചിരുന്ന ഈ ട്രക്ക് അത് അവൻ്റെ പഠനശാലയെ മാറുകയാണ്. നെഹ്റു അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവർ രജിസ്റ്റർ ചെയ്തു. അവൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇപ്പോൾ എഴുതി അവൻ വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവനെ എല്ലാം വായിക്കാനും കാണാനും കഴിയുന്നുണ്ട്. ഇത് ഈശോയുടെ ഒരു മനോഭാവമാണ് ഈ നെഹ്റു കാണിച്ചത്. ചുറ്റുമുണ്ടായിരുന്ന അവൻ്റെ കണ്ണിലും അന്ധകാരമായിരുന്നു. അവനെ ഈ നെഹ്റു പ്രകാശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇനി അവൻ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി പോവുകയാണ്. നെഹ്റു അവനെ പഠിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഈ നെഹ്റുവിനെ പോലെയുള്ള മനുഷ്യരാണ്. പക്ഷേ ഇവിടെ വേറെ കുറേ മനുഷ്യരുണ്ട്. അവൻ്റെ ചിരി കണ്ടു, അവൻ്റെ ചിരി സന്തോഷം കണ്ടെത്തി. എന്നാൽ അവനെ ഒന്നും
സഹായിക്കാൻ തയ്യാറാകാത്ത മനുഷ്യർ. ഈ ഫരിസേയരിലും നമ്മൾ കാണുന്നത് അതുപോലെ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഈ അന്ധനായ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെ കാണുന്നുണ്ട്. അവർ വേറെ പല കാര്യമോ ചിന്തിക്കുന്നത്. ഇവൻ അന്ധനായി തീർന്നത് പാപനിമിത്തമാണോ, ഇവൻ്റെ പാവമാണോ, ഇവൻ്റെ അപ്പൻ്റെ അമ്മയുടെ പാവമാണോ, ഇങ്ങനെയുള്ള ചിന്തകളല്ല ഇവർ. പക്ഷെ അവരെ സഹായിക്കാനോ അവൻ്റെ അന്ധകാരത്തെ എങ്ങനെ മാറ്റാമെന്നോ ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ നെഹ്റു ചെയ്തതുപോലെ, അരുൺകുമാറിൻ്റെ ജീവിതത്തിൽ പ്രകാശം നൽകിയതുപോലെ ഈശോ ഈ അന്ധന് പ്രകാശം നൽകിയ അതേപോലെയാണ് അവൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഈ തപസ്സുകാലം എന്നോട് ആവശ്യപ്പെടുന്ന ഇതുപോലെ ഞാനും ഈശോയെ പോലെ നെഹ്റുവിനെ പോലെ ആയി മാറണമെന്നാണ്. ചുറ്റും ഇതുപോലെ അന്ധകാരം ബാധിച്ചു കഴിയുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രകാശം വരുത്താൻ എനിക്ക് കഴിയണം. എല്ലാത്തിലും നന്മ കണ്ടെത്താൻ എനിക്ക് കഴിയണം. തിന്മ മാത്രം കണ്ടെത്തുന്ന മനുഷ്യനായി ഞാൻ മാറരുത്. ഈ തപസ്സുകാലം എൻ്റെ കണ്ണുകൾ തുറക്കാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എൻ്റെ കണ്ണുകൾ തുറക്കാൻ തയ്യാറാണ്. അങ്ങനെ തുറക്കപ്പെട്ടിരിക്കുന്ന കണ്ണുകൾ മറ്റുള്ള മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന കണ്ണുകളായി നമ്മൾ മാറണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.